ടീച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഘടന നമ്മൾ പല ടൈപ്സ് ഉണ്ട്. 1 ലൈൻ ഓർഗനൈസേഷൻ, 2 ഫങ്ഷണൽ ഓർഗനൈസേഷൻ, 3 ലൈൻ ആൻഡ് സ്റ്റാഫ്, 4 കമ്മിറ്റി. ഇതിന് ഓരോതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സ്ലൈഡുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഈസ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഏറ്റവും ഏറ്റവും ലളിതമായ ഫോമാണ് അതല്ലെങ്കിൽ ഏറ്റവും പഴയ രീതിയിലുള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അധികാരം എന്താ, അതോറിറ്റി എന്താ, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമുക്കൊന്ന് സ്പീഡിൽ പോകാം. കഴിഞ്ഞ ക്ലാസ്സിന് ഒരു തുടർച്ചയായിട്ട് തന്നെ ഈ ഭാഗം വരുന്നത്. അണ്ടർ ദിസ് ദ അതോറിറ്റി ഫ്ലോസ് വെർട്ടിക്കലി ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതോറിറ്റി അധികാരം ഒരു വെർട്ടിക്കൽ മീൻസ് ടോപ്പ് ടു ബോട്ടം. ഒഴുക്ക് എങ്ങനെ വരുന്നത്? ടോപ്പ് മാനേജ്മെന്റ് ടു ദി ലോവസ്റ്റ്. മുകളിൽ നിന്ന് താഴത്തേക്ക് അധികാരം ഒഴുകുന്നു. അപ്പോൾ എന്ത് വേണം? അടിയിൽ നിന്ന് താഴെ നിന്ന് ഉത്തരവാദിത്തം മുകളിലേക്ക് പോകണം. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പിക്ചർ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം തിയറി പാർട്ടിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ഷെയർ ഹോൾഡേഴ്സ് ടോപ്പിലുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്, ജനറൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ്. ഏറോമാർക്ക് താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ ഏറോമാർക്ക് താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് അധികാരം വരുന്നു. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അധികാരം പോയിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി താഴെ നിന്ന് മുകളിലേക്ക്. താഴെ ആളുകൾ ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവർ മുകളിലെ ആളുകൾക്ക് റിപ്പോർട്ട് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികാരവും റെസ്പോൺസിബിലിറ്റിയും ഒരു ലൈനിൽ ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇതിൽ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഈച്ച് എംപ്ലോയിനോ, ഓരോ എംപ്ലോയിക്ക് അറിയാൻ പറ്റും ആരാണ് എൻ്റെ സുപ്പീരിയർ എന്ന്, ആരോടാണ് ഞാൻ അക്കൗണ്ടബിൾ, ആർക്കാണ് ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്നും ഓരോ എംപ്ലോയിക്കും ഈ പിക്ചർ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മാനേജേഴ്സിന് ഫുൾ അതോറിറ്റി ഉണ്ട് അവരുടെ പ്രവർത്തന മേഖലകളിൽ. ഇൻ ദർ ഓൺ, സ്വന്തമായി അവരോ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അവർക്ക് ഫുൾ അധികാരമുണ്ട്. അവർക്ക് അധികാരമുണ്ട്. ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ, അതിൻ്റെ ഫലത്തിനും മീൻസ് ഇപ്പോൾ താഴെയുള്ള വർക്കറാണ് ഒരു ജോലി ചെയ്തെങ്കിലും അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് തന്നെ വരാം? ഈ മാനേജർ, തൊട്ട് മുകളിലെ ആൾക്ക് തന്നെ വരാണ്. തെറ്റ് ചെയ്യാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല, അവരെ കറക്റ്റ് ചെയ്യേണ്ടതും. അപ്പോൾ എനിക്ക് ജോലി ഞാൻ കൊടുത്തു, പക്ഷേ അതിൻ്റെ റിസൾട്ടിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇവിടെ പറയാൻ സാധിക്കില്ല. അതുപോലെ ഓരോ സബോർഡിനേറ്റും അവർക്ക് കീഴ് ജീവനക്കാരനും അതേ സമയം ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം നമ്മളൊരാൾക്കൊരു വർക്ക് ചെയ്യാൻ കൊടുത്തു, അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ കൊടുത്തു, അതോറിറ്റി കൊടുത്തു. അപ്പോൾ എൻ്റെ ജോലി ഇതോടുകൂടി തീർന്നു എന്ന് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ജോലി അതിൻ്റെ റിസൾട്ടിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ സബോർഡിനേറ്റിന് ഒരു ജോലി കൊടുത്തു, അപ്പോൾ സബോർഡിനേറ്റിനും ആ ജോലി ഭംഗിയായി തീർക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തത്തിൻ്റെ 2 ഭാഗം ആളുകൾക്കുണ്ട്. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സാധാരണ ആർമിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആർമി, മിലിറ്ററി അല്ലേ, അവിടെ അധികാരം വളരെ എന്താ പറയുക, പട്ടാളച്ചിട്ടാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ടോപ്പ് ടു ബോട്ടം. അതുകൊണ്ട് ഈ ഓർഗനൈസേഷനെ നമ്മൾ മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ കൂടി പറയുന്നു. നെക്സ്റ്റ് പിക്ചർ നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സിമ്പിളാണ്, വളരെ സിംപ്ലിസിറ്റി എല്ലാവർക്കും അറിയില്ല, ലളിതമാണ്. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇന്നാൾ ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഒരു യൂണിഫോം കൺട്രോൾ, ഇവിടെ ഒരാളെ കൺട്രോൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ, അച്ചടക്കത്തോടുകൂടി മിലിറ്ററി ടൈപ്പ് അറിയാലോ, പട്ടാളച്ചിട്ട എന്നൊക്കെ പറയാൻ കാരണം ഒരു അച്ചടക്കം ഇവിടെ ഉണ്ട്. പെട്ടെന്ന് തീരുമാനങ്ങൾ, ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. പിന്നെ എക്സിക്യൂട്ടീവ്, ഓരോ എക്സിക്യൂട്ടീവ്സിനും ഓരോ മാനേജേഴ്സിനും അല്ലെങ്കിൽ ഓരോ എക്സിക്യൂട്ടീവ്സിനും അവർക്ക് അവരുടെ മേഖലയിൽ വികസിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അയബിളാണ്, എന്ത് തീരുമാനങ്ങൾ എടുക്കാനും മാറ്റാനും നമുക്ക് സാധിക്കും. ഇക്കണോമി, ചെലവ് കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഓവർലോഡിങ് ആണ്. ഒരാൾക്ക് തന്നെ ഒരുപാട്, ഇവിടെ ഒരു വിഭജനം ഇല്ല. ഒരാൾ തന്നെ ഒരു മാനേജറേ ഉള്ളൂ. ആ മാനേജർ പർച്ചേസിൻ്റെ കാര്യം നോക്കണം, സെയിൽസിൻ്റെ കാര്യം നോക്കണം. അപ്പം അങ്ങനെ ആ ഒരു മാനേജർ തന്നെ ഒരേ കാര്യങ്ങൾ, ഒരു ജോലികൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അവിടെ ഓവർലോഡിങ് ഉണ്ട്. പിന്നെ ഇവിടെ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇല്ല. സ്പെഷ്യലൈസേഷൻ, ലാക്ക് മീൻസ് അഭാവം. പ്രാവീണ്യം, ആളുകളുടെ പ്രാവീണ്യം അനുസരിച്ച് തരംതിരിവ് ഇവിടെ ഇല്ല. ശ്രദ്ധിക്കണം ഈ പോയിന്റ്. മൂന്നാമത് ഇവിടെ ശരിയായ രീതിയിൽ ആശയവിനിമയം നടക്കുന്നില്ല. നാലാമത് ഇവിടെ എന്തില്ല? ഏകീകരണം ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ് കോർഡിനേഷൻ ഉള്ളത്. ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്, അതായത് നമുക്ക് മുന്നോട്ട് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വന്നെടുക്കാനുള്ളൊരു ഇത് ഇവിടെ ഇല്ല. അതിൻ്റെ ഒരു അഭാവമുണ്ട്. നാലാമത്
ഇവിടെ ഒരു സ്ഥിരതയില്ല. ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒരു സ്ഥിരതയില്ലാത്തതാണ്, അതാണ് ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു സിമ്പിളായിട്ട്. നെക്സ്റ്റ് ഈസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ പേര് നമ്മളിവിടെ പറയുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം ഹോൾ ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ്, മൊത്തം ആ ടാസ്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥാപനത്തിനെ പല വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതിനെ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ എന്നുകൂടി പറയുന്നു. ഈ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും? നമുക്ക് നോക്കാം. ഉദാഹരണം പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ, പർച്ചേസ്, ഓഫീസ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട്, ഫിനാൻസ് സാമ്പത്തിക കാര്യങ്ങളുമായി, മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ നടന്ന ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്ന വിഭാഗം, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവനക്കാർ, ആ സ്ഥാപനത്തിലെ ജോലിക്കാരുമായി ബന്ധപ്പെട്ടതാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഭാഗമാണ്. ഓഫീസ് എന്ന് വെച്ചാൽ ഓഫീസ് പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫയൽ ചെയ്യുക, ടൈപ്പ് ചെയ്യുക, കോപ്പി, പ്രിൻറ്റിങ്, ഇങ്ങനത്തെ ഓഫീസിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. മീൻസ് ഈ മൊത്തം സ്ഥാപനത്തിന് വേണ്ടി ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഓഫീസാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ഹെഡ് ഉണ്ടാവും. അതാണ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹെഡഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ് ഹുസ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ പർട്ടിക്കുലർ ഫംഗ്ഷൻ. അതായത് അയാൾ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഒരു പ്രത്യേക ജോലിയിൽ. പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയ ആൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, എക്സിക്യൂട്ടീവാണ്. അയാളെ പർച്ചേസ് മാനേജർ എന്ന് വിളിക്കുന്നു. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാവീണ്യം നേടിയ ആൾ, അതിൻ്റെ ഹെഡാണ് സെയിൽസ് മാനേജർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ അയാൾ ആ സെയിൽസ് മാനേജർക്ക് ആ സെയിൽസ് മേഖലയുമായിട്ട് പ്രാവീണ്യമുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഈ പിക്ചർ നോക്കാം, അതിനുശേഷം നോക്കാം. ഫങ്ഷണൽ ഓർഗനൈസേഷന് ഹെഡായിട്ട് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇരിക്കുന്നത്. തൊട്ട് താഴെ നിങ്ങൾ നോക്കൂ, താഴത്തേക്ക് ലൈൻ വന്നിട്ടുണ്ട്. താഴത്തേക്ക് ലൈൻ വന്നാൽ അവിടെ എന്ത് അതോറിറ്റി ഉണ്ട്? ലൈൻ അതോറിറ്റി ഉണ്ട്. ആർ യു ക്ലിയർ? കാരണം നമ്മൾ ഫസ്റ്റ് ഇതിൽ ലൈൻ ഓർഗനൈസേഷനിൽ കണ്ടു. അതിനുശേഷം നിങ്ങൾ നോക്കുക, ആ സ്ഥാപനത്തിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ്, അതായത് വ്യക്തികളുമായി ബന്ധപ്പെട്ടത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. ഫിനാൻസുമായി ബന്ധപ്പെട്ടത്, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. IT എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? സാങ്കേതികവിദ്യ, ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ. അങ്ങനെ 5 ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഹെഡുകൾ, അത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഹെഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആവും, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. അവർക്ക് താഴെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, അധികാരം എങ്ങനെ പോയിട്ടുണ്ട്? ടോപ്പ് ടു ബോട്ടം തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എന്തുണ്ട്? അവിടെ ഉണ്ട് ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ്സിന് 2 തരം അതോറിറ്റി ഉണ്ട്. ഒന്ന് ലൈൻ അതോറിറ്റി, അതായത് ഈ ലൈൻ ഇങ്ങനെ താഴത്തേക്ക് വന്നേക്കണോണ്ട് വെർട്ടിക്കൽ ഇതിൽ, അതുകൊണ്ട് അവിടെ ലൈൻ അതോറിറ്റി ഉണ്ട്. അതേസമയം ഇവിടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി തരംതിരിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് അതോറിറ്റിയും കൂടി ഉണ്ട്? ഫങ്ഷണൽ അതോറിറ്റിയും കൂടി ഉണ്ട്. കണ്ടോ? അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ എത്ര അതോറിറ്റി ഉണ്ട്? ലൈൻ അതോറിറ്റിയും ഫങ്ഷണൽ അതോറിറ്റിയും. ഇനി നമുക്ക് ഈ സ്ലൈഡിലേക്ക് കിടക്കാം. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആ സ്ഥാപനത്തിൻ്റെ മൊത്തം പ്രവർത്തനം അവർ ഏതിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത് വെച്ചാൽ ആ പ്രവർത്തനം ചെയ്തിരിക്കണം. ഉദാഹരണം, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ഥാപനത്തിലേക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസ്, പദാർത്ഥങ്ങളും പർച്ചേസ് ചെയ്തിരിക്കണം. അതുപോലെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി എന്താണ്? ആ സ്ഥാപനത്തിലേക്ക് വേണ്ട ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുക, നിയമിക്കുകയും സെലക്ഷൻ നടത്തുകയും അവർക്കിടെ പരിശീലനം നൽകുകയും എല്ലാം ചെയ്യേണ്ട ജോലിയാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഉദാഹരണങ്ങൾ മാത്രമാണിത്. ഓഫീസ് മാനേജർ ജോലി എന്താണ്? ഓഫീസ് ഒരു സർവീസ് സേവന മേഖലയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവിന് തലവനെ പറയുന്ന പേരാണ് ഓഫീസ് മാനേജർ. കോമൺ ആയിട്ടുള്ള ഓഫീസിലെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ടൈപ്പിംഗ്, ഫയലിംഗ്, നേരത്തെ പറഞ്ഞു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഓഫീസ്. ക്ലിയർ? അപ്പോൾ ഓരോ മേഖലയും അതാത് ബന്ധപ്പെട്ട പ്രാവീണ്യം നേടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആ മൊത്തം സ്ഥാപനത്തെ സേവിക്കുക, അതാണ് ഫങ്ഷണൽ. അപ്പോൾ അത് പഠിച്ചു. അപ്പോൾ ഇതിന് നമുക്കറിയാം ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, പ്രാവീണ്യം ഉണ്ട് അല്ലേ? പിന്നെ കാര്യക്ഷമമായി കൂടുതൽ കാര്യങ്ങൾ, ഗ്രേറ്റർ എഫിഷ്യൻസി ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, ഇവിടെ ശ്രദ്ധിക്കും, ഈ പിക്ചറിൽ നോക്ക്, CEO. ഈ CEOന് ഭയങ്കര റിലീഫ്, ഒരു ആശ്വാസം ഉണ്ട്. കാരണം ആൾ മൊത്തം പ്രവർത്തനങ്ങളെ പലതായി വിഭജിച്ചു. ഹ്യൂമൻ റിലേഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ജോലിയിൽ ഓവർലോഡിങ് ഇല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, വലിയ രീതിയിൽ ഉൽപ്പാദനം നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഇക്കണോമി എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കി സാമ്പത്തികമായിട്ട് കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തികം
വളരെ ചിലവ് ചുരുക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജ്. ഇവിടെ യൂണിറ്റ് ചെയിൻ, അതായത് ലൈൻ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ യൂണിറ്റ് ഓഫ് കമാൻഡ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അവിടെ ഒരു യൂണിറ്റ് ഓഫ് കമാൻഡ് ഇല്ല. പിന്നെ ഓവർ സ്പെഷ്യലൈസേഷൻ, വിഭജനം കൂടിക്കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ സ്പെഷ്യലൈസേഷൻ ഓവറാവും. പിന്നെ ഉത്തരവാദിത്തം, ലൈൻ ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ന ആൾക്ക് ഇന്ന ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അത് ഫിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ അതോറിറ്റിയിൽ ഒരു മത്സരം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കാരണം എന്താ, ഒരുപാട് മാനേജേഴ്സ് ഉള്ളവരുണ്ട് അല്ലേ. പിന്നെ ഇൻഡിസിപ്ലിൻ, അച്ചടക്കം ലംഘനത്തിന് വളരെ ചാൻസ് ഉണ്ട്. കോംപ്ലക്സിറ്റി, സങ്കീർണമായതാണ്. ഇത് വളരെ ആശയ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഘടനയാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വളരെ ഡിലേ, കാലതാമസം നേരിടും. പിന്നെ ലാക്ക് മീൻസ് അഭാവം, കോർഡിനേഷൻ, ഏകീകരണത്തിനും ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിച്ചു. ഫങ്ഷൻ ഓർഗനൈസേഷൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിച്ചു. ഈ രണ്ട് ഘടനയുടെയും ഗുണങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള മൂന്നാമതൊരു ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലൈൻ ആൻഡ് ഫങ്ഷൻ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ. ലൈനിൻ്റെയും ഫങ്ഷൻ്റെയും ഗുണങ്ങളെ കോർത്തിണക്കി ഈ സിസ്റ്റം ഈ രണ്ട് വിഭാഗങ്ങളുടെയും പോരായ്മകളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഷോർട്ട് കമ്മിങ്സ്, പോരായ്മകൾ. അത് എന്നിട്ട് ഈ രണ്ട് വിഭാഗങ്ങളുടെ നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഘടനയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. നമുക്ക് പിക്ചറിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ടീച്ചർ പിക്ചറിലേക്ക് വന്നത്, പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇവിടെ നോക്കൂട്ടോ, ശ്രദ്ധിക്കാം. ഇവിടെ ലൈൻ ഓർഗനൈസേഷൻ, ഇവിടെയുള്ള അതോറിറ്റി രണ്ടെണ്ണമാണ്. അതായത് ലൈൻ അതോറിറ്റി ഉണ്ട്, ഇവിടെ സ്റ്റാഫ് അതോറിറ്റി ഉണ്ട്. ഫങ്ഷൻ ഓർഗനൈസേഷനിൽ ഏത് അതോറിറ്റി ഉള്ളത്? ലൈൻ ഓർഗനൈസേഷനിൽ ലൈൻ അതോറിറ്റി മാത്രമേ ഉള്ളൂ. ഫങ്ഷൻ ഓർഗനൈസേഷനിൽ ലൈൻ ആൻഡ് എന്തുള്ളത്, ഫങ്ഷൻ അതോറിറ്റി ഉണ്ട്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ലൈൻ അതോറിറ്റിയും സ്റ്റാഫ് അതോറിറ്റിയും സ്റ്റാഫും ഉണ്ട്. നോക്കാം നമുക്ക് എന്താണ്. ഈ ബ്ലാക്കിൽ കാണുന്നത് റെഡ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കഴിഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടർ, പിന്നെ സെയിൽസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ അസിസ്റ്റന്റ് ഫോർമാൻ, പിന്നെ സെയിൽസ്മാൻ, വർക്കേഴ്സ്. ഇങ്ങനെ സ്ട്രെയിറ്റ് വെർട്ടിക്കലായിട്ട് അതോറിറ്റി വന്നിരിക്കുന്നതൊക്കെ എന്താണ്, ലൈനാണ്. അവരൊക്കെ ലൈൻ മാനേജേഴ്സ് എന്ന് വിളിക്കും. അവരൊക്കെ എന്താ വിളിക്കുക? ലൈൻ മാനേജേഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ തീരുമാനങ്ങൾ മെയിനായിട്ടൊക്കെ എടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. ക്ലിയർ ആയല്ലോ? അവർക്ക് ലൈൻ മാനേജേഴ്സിന് ഇതെല്ലാം അധികാരമുണ്ട്. ഈ ലൈൻ മാനേജേഴ്സിനെ സഹായിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, ടീച്ചർ നോക്കിയേ. മാനേജിംഗ് ഡയറക്ടറിൻ്റെ ലെഫ്റ്റും റൈറ്റ് ആയിട്ട് രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻ, ഒരാൾ പേഴ്സണൽ അസിസ്റ്റന്റ് PA. ഈ മാനേജിംഗ് ഡയറക്ടർക്ക് വേണ്ടപ്പെട്ട സജഷൻസ്, ഒരു ജോലി വന്നാൽ അതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറെ സഹായിക്കാനും ഉള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഈ രണ്ട് വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനുമായിട്ട് ആര് സ്വീകരിക്കണമെന്നില്ല? മാനേജിംഗ് ഡയറക്ടർ സ്വീകരിക്കണമെന്ന് ഇല്ല. അങ്ങനെ അഡ്വൈസ് നൽകാൻ, സഹായിക്കാനുള്ള ആ വ്യക്തികളെ പറയുന്ന പേരാണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കിയ സെയിൽസ് മാനേജർക്ക് സഹായിക്കാനുള്ള വ്യക്തിയാണ് ആര്? മാർക്കറ്റ് റിസർച്ച് ഓഫീസർ. അതുപോലെ പ്രൊഡക്ഷൻ മാനേജർക്ക് സഹായിക്കുന്ന വ്യക്തിയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ. അപ്പോൾ വശങ്ങളിലേക്ക് തിരിഞ്ഞ് റെഡ് ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെയാണ് നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ട് മുകളിൽ താഴത്തോട്ട് ബ്ലാക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവരാണ് മെയിൻ ആൾക്കാർ കമ്പനിയുടെ. അവരെയാണ് നമ്മൾ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് തരം ആളുകളുണ്ട്, ലൈനും ഉണ്ട്, സ്റ്റാഫും ഉണ്ട്. ഇനി നമുക്ക് തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോകാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ 2 ടൈപ്സ് ഓഫ് അതോറിറ്റി ഉണ്ടല്ലോ. നമുക്കറിയാം ഏതൊക്കെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ്. സ്റ്റാഫ് എലിമെന്റ്സ് അവരെന്താ ചെയ്യുന്നത്? സ്റ്റാഫ് എന്ന് പറയുന്നവര് അവർ ഇൻഫോർമേഷൻ നൽകുന്നു, സജഷൻസ്, അഭിപ്രായങ്ങൾ പറയുന്നു. അത് മേ ഓർ മേ നോട്ട് ബി, ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ സ്വീകരിക്കില്ല. ആര്? അക്സെപ്റ്റഡ് ബൈ ദ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സ് സ്റ്റാഫ് പറയുന്ന എല്ലാം പൂർണ്ണമായും കേൾക്കുന്നില്ല. അവർ പറയുന്ന ഉപദേശം, ഉപദേശമല്ല, സജഷൻ, അവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കില്ല. നെക്സ്റ്റ്, ലൈൻ മാനേജേഴ്സിന് അൾട്ടിമേറ്റ് അതോറിറ്റി, തീരുമാനങ്ങൾ. ഇപ്പോൾ സ്റ്റാഫ് മാനേജർ പറഞ്ഞാലും ലൈൻ മാനേജർക്കാണ് പൂർണ്ണമായിട്ടുള്ള അതോറിറ്റി തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. ക്ലിയർ ആയില്ലേ? അതുകൊണ്ട് സ്റ്റാഫിനെ നമ്മൾ തിങ്കേഴ്സ് എന്നും ലൈനെ നമ്മൾ ഡൂവേഴ്സ് എന്ന് പറയുന്നു. ചിലപ്പോൾ ഈ ഡൂവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നത് ലൈൻ മാനേജേഴ്സാണ്. പക്ഷെ ഇന്ന പ്രവൃത്തി ചെയ്യാൻ വേണ്ടപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി സഹായിക്കുന്ന വ്യക്തികളാണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിന്തിക്കുന്നത് മുഴുവൻ നടക്കുന്നത് എവിടെയാണ്? ആരാണ് ഇവിടെ തിങ്കർ? സ്റ്റാഫാണ്.
അവർ പറഞ്ഞനുസരിച്ച് പ്രവർത്തിക്കുന്ന മാത്രമാണ് ഡൂവേഴ്സ്, പ്രവർത്തിക്കുന്നവർ ആരാണ്? ലൈൻ. പക്ഷെ സ്റ്റാഫ് പറയുന്നത് മുഴുവനും ആരും ഉൾക്കൊള്ളുന്നില്ല, ലൈൻ ഉൾക്കൊള്ളുന്നില്ല. ആർക്കാണ് ഇവിടെ കൂടുതൽ അധികാരം ഇവരുണ്ടിൽ? ലൈൻ മാനേജേഴ്സിനാണ്. ആരാ ലൈൻ മാനേജേഴ്സ്? നിങ്ങൾ കണ്ടല്ലോ, ടോപ്പ് ടു ബോട്ടം ബ്ലാക്ക് ലൈൻ ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ സ്റ്റാഫിന്റെ ജോലി എന്താണ്? വർക്ക് ഓഫ് ദ സ്റ്റാഫ് ഈസ് അഡ്വൈസറി ഇൻ ക്യാരക്ടർ, ഉപദേശങ്ങൾ നൽകുക മാത്രമാണ്. പക്ഷേ വർക്ക് ഓഫ് ദ ലൈൻ മാനേജേഴ്സിന്റെ വർക്ക് എന്താണ്? എക്സിക്യൂട്ടറി ഇൻ ക്യാരക്ടർ, നടപ്പാക്കുക. ഇവിടെ എക്സിക്യൂട്ടീവ് എന്നല്ല പറഞ്ഞ, എക്സിക്യൂട്ടറി, നടപ്പാക്കുക. ഒരു പ്രവൃത്തി നടപ്പാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ലൈൻ മാനേജേഴ്സ് വിചാരിക്കണം. അതുകൊണ്ടാണ് അവരെ ഡൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫ് ആലോചിച്ച് ചിന്തിച്ച് അവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതുകൊണ്ടാണ് അവരെ തിങ്കേഴ്സ്. അവർ അഡ്വൈസറി, ജസ്റ്റ് ഉപദേശ രൂപേണ പറയുന്നു. സ്റ്റാഫ് പറയുന്നതൊന്നും ലൈൻ മാനേജേഴ്സ് പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്നില്ല. പൂർണ്ണമായ അധികാരം ആര് നിക്ഷിപ്തമാണ്? ലൈൻ മാനേജേഴ്സ് നിക്ഷിപ്തമാണ്. ക്ലിയർ ആയല്ലോ? ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി അവർ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ? പലതായി വിഭജിച്ചിട്ടുണ്ട്. ലെസ്സർ ബർഡൻ, ജോലിഭാരം കുറവാണ്. ലൈൻ ഓഫീസേഴ്സിന് ജോലിഭാരം കുറവാണ്. ബെറ്റർ ഡിസിപ്ലിൻ, നല്ല രീതിയിൽ അച്ചടക്കം ഇവിടെ പോകുന്നുണ്ട്. സൗണ്ട് ഡിസിഷൻ, ഇവിടുത്തെ സൗണ്ട് ഉറക്കെ ഉച്ചത്തിൽ എന്നർത്ഥമല്ല, നല്ല സൗണ്ടിൻ്റെ ഇവിടുത്തെ അർത്ഥം എന്താണ്? നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. എംപ്ലോയീസിനൊക്കെ നല്ല ഡെവലപ്മെൻറ്റ്, അതായത് അവർക്കൊക്കെ വേണ്ടപ്പെട്ട രീതിയിൽ ഉപദേശങ്ങളൊക്കെ നൽകി അവർക്ക് തന്നെ ഒരു നല്ലൊരു വളർച്ച ഉണ്ടാവും. പിന്നെ അയവുള്ളതാണ്. നമുക്കറിയാലോ, തീരുമാനങ്ങൾ എപ്പോഴും വേണമെങ്കിൽ മാറ്റി നമുക്ക് പ്രവൃത്തികളൊക്കെ മാറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഫ്ലെക്സിബിലിറ്റി. ദോഷങ്ങൾ എന്താണ്? ഈ ലൈനും സ്റ്റാഫും തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ, മീൻസ് ഒരു ഏകീകരണം ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. മത്സരം മീൻസ് ഒരു വഴക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു മത്സരം ബുദ്ധിയോട് കൂടിയിട്ട്. മത്സരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും ഒരു പരസ്പര യോജിച്ച് പോവില്ല ലൈനും. ഇപ്പോൾ ലൈൻ സ്റ്റാഫുകൾ അഡ്വൈസ് ചെയ്യുന്നത് ലൈൻ മാനേജേഴ്സ് ഉൾക്കൊണ്ടില്ലെങ്കിൽ അത് സ്റ്റാഫ് മാനേജേഴ്സിന് ഒരു വിഷമത്തിനിടയാക്കും. അപ്പോൾ അവർ തമ്മിലൊരു വിയോജിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കൺഫ്യൂഷൻ, ആശയക്കുഴപ്പമുണ്ടാക്കും. ഈ സ്റ്റാഫുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമോ, അത് എടുക്കണമോ, അവരുടെ അഡ്വൈസ് സ്വീകരിക്കണമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ലൈൻ മാനേജേഴ്സിന് ഉണ്ടാകും. പിന്നെ ഇത് ബിസിനസ്സിന് അത്ര നല്ലതല്ല, അതാണ് ഹാംഫുൾ. ബിസിനസ്സിന് അത്ര നല്ലതല്ലാത്ത രീതിയിലാണ്. പിന്നെ നമുക്ക് സ്റ്റാഫുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ചില ലൈൻ മാനേജേഴ്സ് അങ്ങനെയാണ്. ചില കാര്യങ്ങളൊന്നും അവർ പൂർണ്ണമായിട്ട് ഒന്നുമില്ല, ഫുൾ അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യും? ആശ്രയിക്കും സ്റ്റാഫിനെ. സ്റ്റാഫ് ആലോചിച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫലപ്രദമായ രീതിയിൽ സ്റ്റാഫിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇൻഎഫക്റ്റീവ്നെസ്. എക്സ്പെൻസീവ്, ചിലവ് കൂടുതലാണ്. കാരണം പി എനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ പി എക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബർഡൻ വരണം. അവർക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാലറി കൊടുക്കണം അല്ലേ? അപ്പോൾ ഒരു ചിലവേറിയ കാര്യങ്ങളാണ്. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തതാണ് ലാസ്റ്റ്, കമ്മിറ്റി ഓർഗനൈസേഷൻ. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കമ്മിറ്റി എന്താണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്താ പറയുക, വെൽഫെയർ കമ്മിറ്റി, അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റി, പല കമ്മിറ്റികൾ രൂപീകരിക്കും. എന്താണ് കമ്മിറ്റികൾ? അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മൂന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് കമ്മിറ്റി ഓർഗനൈസേഷൻ. ടീച്ചറുടെ പിക്ചർ കാണിച്ചു തരാം. ഇതിൻ്റെ കമ്മിറ്റി ഓർഗനൈസേഷൻ്റെ പിക്ചർ നോക്കുക. ഫിനാൻസ് കമ്മിറ്റി ഒരു കമ്മിറ്റി ഉണ്ട്. പിന്നെ ബോർഡ് ഓഫ് BOD എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടർ. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇപ്പുറത്ത് ഫിനാൻസ് കമ്മിറ്റി ഉണ്ട്. പിന്നെ അത് നടപ്പിലാക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് താഴെ ജനറൽ മാനേജറാണ്. ജനറൽ മാനേജർക്ക് ഇരുവശവും പർച്ചേസ് മാനേജറും ഉണ്ട്. പർച്ചേസ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കമ്മിറ്റി ഉപയോഗിച്ചു. പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവിടെ ഒരു കമ്മിറ്റി ഉപയോഗിച്ചു. പിന്നെ ജനറൽ മാനേജർക്ക് താഴെ ആരുണ്ട്? നമുക്കറിയാം, പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച ഡിപ്പാർട്ട്മെൻറ്റുകൾ: പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ ഫിനാൻസ് കമ്മിറ്റി ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, പർച്ചേസ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് കമ്മിറ്റിയും ഇതുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് കമ്മിറ്റിയുടെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. എ കമ്മിറ്റി ഈസ് എ ബോഡി ഓഫ് പേഴ്സൺസ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. എൻട്രസ്റ്റഡ് വിത്ത്, അവരിൽ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു? എൻട്രസ്റ്റഡ് സം സ്പെസിഫിക് ടാസ്ക്. ഇപ്പോൾ അതായത് ആ കമ്മിറ്റിക്ക് ഒരു കൂട്ടം ആളുകളിൽ ഒരു പ്രത്യേകമായൊരു ജോലി അവരിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പർച്ചേസ് കമ്മിറ്റി ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പർച്ചേസ് കമ്മിറ്റിയുള്ള ആളുകൾ, ഒരു ഉദാഹരണത്തിന് 5 പേരുണ്ടെന്ന് വയ്ക്കുക. ആ കമ്പനിയിലെ ഒരു പ്രത്യേക ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് കമ്മിറ്റിയെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്പെസിഫിക് ടാസ്ക് എന്താണ്? അവർ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി എന്താണ്? ആ മെഷീൻ വാങ്ങുക എന്നുള്ളത്. ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് ആ മെഷീൻ വാങ്ങുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു പ്രത്യേക ജോലി കമ്പനിക്കുണ്ടെങ്കിൽ ആ പ്രത്യേക ജോലി നിർവഹിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുക.
ആ കമ്മിറ്റിയിൽ ഒരാൾ ഒറ്റയ്ക്കല്ല കമ്മിറ്റി, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജോർജ് ആർ ടെറി എന്ന് പറഞ്ഞുള്ള ഒരു മഹത്തായ ഒരു വ്യക്തി നിർവചിച്ചിരിക്കുന്ന ഒരു പദം, കമ്മിറ്റിയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഓഫ് പേഴ്സൺസ്, ഒരു ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ആ കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അവരെ നമുക്ക് നേരിട്ട് അപ്പോയിന്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ? ടു മീറ്റ് ഓൺ ആൻ ഓർഗനൈസ്ഡ് ബേസ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സംഘടന ശക്തിയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കും. എന്നിട്ട് അവർ ഡിസ്കസ് ചെയ്യും ഒരേ കാര്യം, ഫോർ ഡിസ്കഷൻ. അവരിടയ്ക്കിടയ്ക്ക് കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടി കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായി ഡിസ്കസ് ചെയ്യും. പിന്നെ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? ഡീലിംഗ് ദ മാറ്റേഴ്സ് ബ്രോഡ് ബിഫോർ ഇറ്റ്, അവരുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞു, നമ്മുടെ കമ്പനിയിൽ ഒരു മെഷീൻ മേടിക്കണം, നമ്മൾ ഉടൻ തന്നെ ഒരു പർച്ചേസ് കമ്മിറ്റി രൂപീകരിച്ചു. ആ പർച്ചേസ് കമ്മിറ്റിയിൽ ഒരു 5 ആളുകളുണ്ട് വിചാരിക്കുക. ആ ആളുകൾ ഇടയ്ക്കിടെ മീറ്റിങ്ങുകൾ കൂടി ചർച്ച ചെയ്ത് ആ മെഷീൻ മേടിക്കാനുള്ള നടപടികളെല്ലാം കൈക്കൊള്ളും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതാണ് ഒരു കമ്മിറ്റി. ഓക്കെ. അതിന് ഫീച്ചേഴ്സ്, ഘടന എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിനിമം 2 ആളെങ്കിലും വേണം. മിനിമം 2, ഒരാളൊറ്റയ്ക്കായ ഒരു കമ്മിറ്റി ആവില്ല. പിന്നെ മെമ്പേഴ്സ് ഫ്രം നമ്മുടെ കമ്പനിയുടെ ഉള്ളിലെ ആൾക്കാരും ആവാം, പുറത്തുള്ള ആളുകളും ആവാം. പിന്നെ അവർ എന്ത് ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പോയിന്റിംഗ് അതോറിറ്റി, അവരെ നിയമിച്ചിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി എന്താണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ ആ കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യണം. ഓക്കെ. പിന്നെ കമ്മിറ്റി അപ്പോയിന്റിംഗ് അതോറിറ്റി, ഇപ്പം മനസ്സിലാക്കുക, അവരെ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്ന അതോറിറ്റി ആരാണ്? അവരോട് റെസ്പോൺസിബിൾ ആയിരിക്കണം, കമ്മിറ്റി ഉത്തരവാദിത്തമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവർ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് മുകളിലെ ആൾക്ക് സമർപ്പിക്കുകയും വേണം. അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അധികാരിക്ക് അവർ ജോലി ചെയ്തതിന് ശേഷം അവർ ആ റിപ്പോർട്ട് കൈമാറ്റം ചെയ്യുകയും വേണം. ഓക്കെ. അപ്പോൾ ആ റിപ്പോർട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏൽപ്പിക്കണം. അതായത് എന്ത് ജോലിയാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതൊരു റിപ്പോർട്ട് രൂപത്തിലാക്കി ആർക്ക് സമർപ്പിക്കണം? അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റിക്ക് സമർപ്പിക്കണം. ആ കമ്മിറ്റിക്ക് പിന്നെ പ്രത്യേകത, ഒരു 5 പേര് കൂടിയ ഒരു കമ്മിറ്റിയാണ് പർച്ചേസ് കമ്മിറ്റി. അതിനൊരു ഹെഡ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ എ ചെയർപേഴ്സൺ. അതിൻ്റെ ഹെഡ്, ആ കമ്മിറ്റിയുടെ നേതാവാണ് ചെയർപേഴ്സൺ. പിന്നെ അവർക്ക് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു കംപ്ലീറ്റ്, അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന 5 മാസത്തിനുള്ളിൽ നിങ്ങൾ ഞങ്ങൾക്ക് റിപ്പോർട്ട് നൽകണം, കമ്മിറ്റിയോട് പറയാണ്, അല്ലെങ്കിൽ ഈ ജോലി നിങ്ങൾ ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം അലോട്ടഡ്, അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ അവർ ആ ജോലി ചെയ്തു തീർക്കണം. ചില സമയത്ത് നമുക്കിത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ബസ് ചാർജ് വർധനയെക്കുറിച്ച് നമുക്കൊരു ഡിസ്കഷൻ വരികയാണെങ്കിൽ മന്ത്രിസഭ ഒരു ബസ് ചാർജ് വർധനയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ഇപ്പോൾ ഒരു 10 മെമ്പേഴ്സ് ഉണ്ട്. ആ 10 മെമ്പേഴ്സിന് ഇപ്പോൾ ഒരു ഹെഡ് ഉണ്ടാവും. അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങൾ, അവർ പല കാര്യങ്ങൾ ഈ ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്യും, പബ്ലിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യും, ബസ് ഓണേഴ്സുമായി ഡിസ്കസ് ചെയ്യും. ഇവരിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് മേഖലയുള്ള ആളുകളുമായിട്ട് ഡിസ്കഷനുകൾ നടത്തി അവസാനം ഇവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും. കുറച്ച് സജഷൻസ് ഒക്കെ വെച്ച് ഇവർ റിപ്പോർട്ട് ആർക്ക് കൈമാറ്റം ചെയ്യും? ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് വെച്ചാൽ അവർ കൈമാറ്റം ചെയ്യും. അപ്പോൾ 6 മാസത്തിനാണ് സമയം കൊടുത്തതെന്ന് വയ്ക്കുക. 6 മാസത്തിനുള്ളിൽ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സമയം നീട്ടി ചോദിക്കാം. ഓക്കെ. അപ്പോൾ കമ്മിറ്റിയുടെ കാര്യം മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇത്രയാണ്. പ്രോപ്പർ ഡിസ്കഷൻ എമംഗ് മെമ്പേഴ്സ് ലീഡ്സ് ടു ഗുഡ്, അതായത് ഇവർ പരസ്പരം ആശയവിനിമയം നടത്തുന്ന കാര്യം കൊണ്ട്, ചർച്ച നടത്തുന്നതുകൊണ്ട് നല്ല നല്ല തീരുമാനങ്ങൾ, ഗുഡ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. ഇതിവിടെ ഇങ്ങനെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുള്ളത്, അതാണ് ഡെമോക്രാറ്റിക്. ഇറ്റ് ഗിവ്സ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഈക്വലായിട്ട് വോയിസ്, ശബ്ദമുയർത്താനുള്ള അധികാരമുണ്ട്. മീൻസ് അഭിപ്രായങ്ങൾ പറയാനുള്ള അധികാരമുണ്ട്. പിന്നെ ഇവിടെ തമ്മിൽ നോക്കൂ, ഇറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. തൊഴിലാളി, ലേബർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അധികാരി, മീൻസ് അപ്പോയിൻ്റ് അതോറിറ്റി. ഇവർ തമ്മിൽ നല്ലൊരു സഹകരണത്തിൽ മുന്നോട്ട് പോകും. ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ത്രൂ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അവർക്കൊരു പ്രചോദനം കൂടിയാണ്. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ പങ്കാളികളാക്കുമ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള ആവേശം കൂടും. ഓക്കെ. നെക്സ്റ്റ്, ഇവിടെ കമ്മിറ്റി അവോയ്ഡ് ഓവർ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദ ഹാൻഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എ ഫ്യൂ. ഒരാളുടെ കയ്യിൽ മാത്രമായിട്ട് അധികാരം ഒതുങ്ങുന്നില്ല. ലൈൻ ഓർഗനൈസേഷനിലൊക്കെ അങ്ങനെയാണ്. ആ ഹെഡ് ആരാ, അയാളുടെ കയ്യിലാണ് അധികാരം. ഇവിടെ അങ്ങനെയല്ല. ഈ 5 വിഭാഗത്തിലുള്ള 5 മെമ്പേഴ്സ് കമ്മിറ്റിയിലുണ്ടെങ്കിൽ 5 പേർക്കും തുല്യമായ അധികാരമാണ്. ഒരാളുടെ കയ്യിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. 5 പേർക്കും ഒരേ സമയം തീരുമാനങ്ങൾ പറയാനും
നിർദ്ദേശങ്ങൾ നൽകുവാനും നിർദ്ദേശങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. ഓക്കെ. ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരാൾക്കൂടെ ഉത്തരവാദിത്തമില്ല. കമ്മിറ്റിയിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ 5 മെമ്പേഴ്സിനും എന്താ പറയുക, ഇന്ന ആൾ ചെയ്യുമെന്ന് പറയും. കാരണം വെച്ചാൽ ഇന്ന ആളിൽ മാത്രം ആ കമ്മിറ്റിക്ക് കുറ്റം വരുള്ളൂ. എന്തെങ്കിലും പോരായ്മയാണെങ്കിൽ ആ കമ്മിറ്റി എന്ന് പറയുള്ളൂ, ആ കമ്മിറ്റിയിലെ മെമ്പർ എന്ന് പറയില്ല. ഒരാൾക്ക് ഒറ്റയ്ക്കൊറ്റയുടെ ഉത്തരവാദിത്തങ്ങളില്ല. പിന്നെ സമയം ഒരുപാട് എടുക്കും, ഒരു തീരുമാനമൊക്കെ എടുക്കാൻ അറ്റ്ലീസ്റ്റ് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ അതേ സമയം ഇവർക്ക് കമ്മിറ്റി മെമ്പേഴ്സിന് റെമ്യൂണറേഷനൊക്കെ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് എക്സ്പെൻസീവ്, ചിലവേറിയതാണ്. അപ്പോൾ കമ്മിറ്റിയുടെ നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കണ്ടു അല്ലേ, മനസ്സിലായല്ലോ. അപ്പോൾ ടീച്ചർ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. 4 തരം ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു ലൈൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ, വെർട്ടിക്കൽ. അതോറിറ്റി ടോപ്പ് ടു ബോട്ടം ആയിട്ട് വരുന്നതാണ്. മുകളിൽ നിന്ന് താഴ്ത്തിട്ട് റെസ്പോൺസിബിലിറ്റി താഴ്ന്ന് മുകളിലേക്ക് പോകുന്ന ഒറ്റ ഒരു ചെയിൻ ഓഫ് കമാൻഡ് വഴി വരുന്നതുണ്ട്. ഇനി ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്, 2 അതോറിറ്റി ഉണ്ട്. ലൈൻ അതോറിറ്റി കണ്ടില്ല, മാർക്ക് താഴ്ത്തിക്കൊന്ന്. അതായത് സ്ഥാപനത്തിലെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി പലതായി വിഭജിച്ചിരിക്കുന്നു. പ്രാവീണ്യം ഉണ്ട്, ഇവിടെ സ്പെഷ്യലൈസേഷൻ ഉള്ളവരുണ്ട്. പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫങ്ഷണൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷൻ ഓർഗനൈസേഷനും പോരായ്മകളുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും പോരായ്മകൾ കോർത്തിണക്കിക്കൊണ്ട് മീൻസ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള ആളുകൾ ലൈനാണ്. അവർക്ക് വേണ്ടപ്പെട്ട അഡ്വൈസ് കൊടുക്കുന്ന ആളുകളെ നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്നു. സ്റ്റാഫ് അതാണ്. 2 തരം അതോറിറ്റി ഉണ്ട്, ലൈനും സ്റ്റാഫ് അതോറിറ്റി ഉണ്ട്. ഇതിനൊക്കെ പുറമെ, 3നും പുറമെ വ്യത്യസ്തമായ ഒരു ഓർഗനൈസേഷനാണ് കമ്മിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൂട്ടം ആളുകളാണ്, അതിനൊരു ഹെഡ് ഉണ്ടാവും. ഇവരെല്ലാവർക്കും തുല്യമായ അധികാരമാണുള്ളത്. അത് അപ്പോയിൻറ്റിങ്, അവരെ നിയമിക്കുന്ന അതോറിറ്റി ഇവർക്കൊരു ജോലി കൊടുക്കുന്നു. ആ ജോലി നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് ഇവർ റിപ്പോർട്ട് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സമർപ്പിക്കുന്നു. അതാണ് ഒരു കമ്മിറ്റി. അങ്ങനെ ഫോം ചെയ്ത് കമ്മിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ടീച്ചർ സ്പീഡിൽ ക്ലാസ്സിൽ പോയി. കാരണം നമുക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്കറിയാം ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് കഴിഞ്ഞു. നമ്മളിന്ന് പഠിച്ചത് നിങ്ങൾ ഇപ്പോൾ നമ്മളെന്താ ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു, ടൈപ്സും കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കണ്ട് വളരെ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, വീണ്ടും നമുക്ക് കാണാം.